ഭർത്താവ് മദ്യപാനിയായി മാറുകയും അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. തന്റെ കൂടെ ജീവിക്കുന്നതിന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ നിരന്തരമായി അദ്ദേഹം നിർബന്ധിച്ചു ക്രൈസ്തവ മതം സ്വീകരിക്കാൻ. പക്ഷേ എന്റെ സുജൂദുകൾ, എന്റെ നമസ്കാരങ്ങൾ, എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ അത് സമർപ്പിക്കുന്നുവെങ്കിൽ അത് ലോകത്തൊരു സൃഷ്ടിയുടെയും മുമ്പിലാവില്ല, എന്നെ സൃഷ്ടിച്ച പ്രപഞ്ച രക്ഷിതാവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ എന്റെ തലകുനിക്കൂ എന്ന് ആദർശത്തിന്റെ ഉൾക്കരുത്തോടുകൂടെ ലോകത്തോട് പ്രഖ്യാപിച്ച ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഭർത്താവ് ഉപേക്ഷിച്ചപ്പോഴും തന്റെ ആദർശത്തിൽ അന്യനാട്ടിൽ ആരോരുമില്ലാത്തൊരു പ്രദേശത്ത് ജീവിക്കണമെന്ന് തീരുമാനിച്ച ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. നമുക്ക് ചരിത്രത്തോട് ചോദിക്കാം, എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത് അവിടെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമ്പോ ഉമ്മു ഹബീബക്ക് മക്കയിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കാം. നിങ്ങൾക്കറിയുമോ മക്കയിൽ ഉമ്മു ഹബീബയുടെ പിതാവാരാണെന്ന്? മക്കയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒന്നാം നമ്പർ എന്ന് പറയാവുന്ന അബൂ സുഫിയാൻ ആയിരുന്നു ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പിതാവ്. തന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി കൂടെ നിൽക്കേണ്ടുന്ന തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്തുന്ന വിധവയാക്കുന്ന ഒരു സാഹചര്യം. തനിക്ക് തിരിച്ചു പോകാനുള്ളത് ഏതൊരു ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ ഏതൊരു പിതാവിനെയും ഏതൊരു മാതാവിനെയും തള്ളിപ്പറഞ്ഞ് എന്റെ വാപ്പയെക്കാളും എന്റെ ഉമ്മയെക്കാളും വലുത്, അച്ഛനമ്മമാരെക്കാൾ എനിക്ക് വലുത് എന്റെ ആദർശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരെന്തു ചെയ്യണം? ഞാനിതാ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വാപ്പയോട് ഞാൻ അവിടേക്ക് തിരിച്ചു വരണമെന്ന് പറയണം. ജീവിതത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അനാദിയാക്കപ്പെടുകയും നിരാലംബിയാക്കപ്പെടുകയും ആരോരുമില്ലാതെയായി തീരുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ദൂരെ നിന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയും വിവാഹം കഴിഞ്ഞതിന് വർഷങ്ങൾക്ക് ശേഷമാണ് പരസ്പരം കണ്ടുമുട്ടുക പോലും ചെയ്യുന്നത് എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ദോഷൈക ദൃക്കുകളെ കൊണ്ട്, നമ്മളുടെ തീർച്ചയായും മുൻധാരണയോടുകൂടെയുള്ള കണ്ണുകളെ കൊണ്ട് ചരിത്രത്തെ പരിശോധിക്കാം. പക്ഷേ അവിടെ ആരും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഈ ചരിത്രത്തെ, സത്യസന്ധമായ ചരിത്രത്തിലെ ഈ വസ്തുതകളെ പരിശോധിക്കാറില്ല, പരാമർശിക്കാറില്ല എന്നത് തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇണകളുടെ കൂട്ടത്തിൽ മറ്റൊരാൾ സഫിയ റളിയല്ലാഹു അൻഹയാണ്. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കൾ ഇസ്ലാമിന് നേരെ ആയുധമെടുത്ത് യുദ്ധത്തിനു വേണ്ടി കടന്നു വന്നതാണ്. ശത്രുക്കൾ ഇസ്ലാമിനെ തകർക്കുന്നതിനു വേണ്ടി സായുധമായ പോരാട്ടത്തിന് കടന്നു വന്നിട്ടാണ് ഖൈബർ യുദ്ധം ഉണ്ടാകുന്നത്. ആ ഖൈബർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ടവരിൽ, അടിമകളാക്കപ്പെട്ടവരിൽ, ചിറപിടിക്കപ്പെട്ടവരിൽ ഒരാൾ സഫിയ റളിയല്ലാഹു അൻഹയായിരുന്നു. സഫിയ റളിയല്ലാഹു അൻഹ ശത്രുക്കളുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ട കേവല ഒരു സാധാരണ സ്ത്രീ എന്നതിലുപരിയായി അവിടുത്തെ ഗോത്ര നേതാവിന്റെ മകളും ഗോത്ര നേതാവിന്റെ വീട്ടിൽ തനിക്കനുഭവിക്കാവുന്ന സന്തോഷങ്ങളും സുഖലോലുപതകളും ആസ്വാദനങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്നലെ വരെ സുന്ദരമായി ജീവിച്ചൊരു സ്ത്രീയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിലെടുത്ത തീരുമാനം തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് ഇണയായി സ്വീകരിച്ചുകൊണ്ട് നമുക്കറിയാം, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ വിധവകളുടെ കൂട്ടത്തിൽ മൂന്നാമത്തവളാണ് സഫിയ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ, ഉമ്മു ഹബീബയെ പോലെ സഫിയ റളിയല്ലാഹു അൻഹയും വിധവയാണ്. റസൂലിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഞാൻ അവിടെ മക്കയുടെ പശ്ചാത്തലം ആദ്യമായി തന്നെ പറഞ്ഞു വെച്ചത്, ആ മക്കയെ സംബന്ധിച്ചിടത്തോളം മക്കയിലെ സാമൂഹ്യ അന്തരീക്ഷങ്ങൾ എന്ന് പറയുന്നത്, മക്കയിലെ വിവാഹ മാർക്കറ്റിന്റെ രീതി എന്ന് പറയുന്നത് തീർച്ചയായും ഇഷ്ടമുള്ളത്രേ അത് കന്യകയാണെങ്കിലും വിധവയാണെങ്കിലും ആരെയും എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്നിടത്താണ് തന്റെ ജീവിതത്തിലേക്ക് സഫിയ റളിയല്ലാഹു അൻഹ എന്ന വിധവയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നത്. ആ ഗോത്ര നേതാവിന്റെ മകളെ അവർക്ക് അർഹമായ പദവിയും സ്ഥാനങ്ങളും നൽകിക്കൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ജീവിക്കാനുള്ള അനുവാദവും അവകാശവും നൽകിക്കൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തതായി നമുക്ക് കാണാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിധവകളുടെ കൂട്ടത്തിൽ, ഭാര്യമാരുടെ കൂട്ടത്തിൽ, ഇണകളുടെ കൂട്ടത്തിൽ മറ്റൊരാള് സൈനബ റളിയല്ലാഹു അൻഹയാണ്. സൈനബ റളിയല്ലാഹു അൻഹയെ അനേകം തവണ ചരിത്രം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് നാവുയർത്തിയവരും പേനൂന്തിയവരും മുഴുവൻ
സൈനബ് റളിയല്ലാഹു അൻഹയെ നിരന്തരമായി ഉദ്ധരിക്കാറുണ്ട്. സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വലിയൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ആദർശത്തിന് വേണ്ടി ചോര കൊടുത്തവർ നമ്മളുടെയൊക്കെ നാട്ടിലുണ്ട്, ചരിത്രത്തിലെമ്പാടുമുണ്ട്. താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തിന് വേണ്ടി ജീവൻ ബലി നൽകാൻ തയ്യാറായവർ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ താൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിനു വേണ്ടി തന്റെ ആത്മാഭിമാനം പണയം വെക്കാനും സമർപ്പിക്കാനും സന്നദ്ധത കാണിച്ച ഒരൊറ്റ വ്യക്തിത്വം മാത്രമാണ് ലോകത്തുണ്ടായിട്ടുള്ളത്. അത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തിനാണ്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് സൈനബ് റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അന്ന് അറബികൾക്കിടയിൽ വ്യാപകമായി നിലനിന്ന ധാരണയാണ്, വിശ്വാസമാണ്, വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെയാണ് എന്ന ധാരണ. ഒരു കുട്ടിയെ മാതാപിതാക്കൾ, ദമ്പതിമാർ എടുത്തു വളർത്തിയാൽ വളർത്തുമക്കളെ തങ്ങളുടെ ചോരയിൽ നിന്ന് പറഞ്ഞ മക്കളെ പോലെ തന്നെ കണക്കാക്കണമെന്നാണ് മക്കയിൽ അന്ന്, അറേബ്യയിൽ അന്ന് നിലനിന്നിരുന്ന അലിഖിതമായ നിയമം. അതാണ് വളർത്തുമക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യമാർ സ്വന്തം മക്കളുടെ ഭാര്യമാരെ പോലെ തന്നെയാണ്. മകൻ മരിച്ച ഒരു പിതാവും ആ മകന്റെ ഭാര്യയെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാറില്ല. ആ ഒരു രീതി അനുസരിച്ച് വളർത്തുമക്കളാണെങ്കിൽ പോലും അവർ മരണപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ വിധവകളായാൽ ആ വിധവകളെ തങ്ങളുടെ ഇണകളായി സ്വീകരിക്കുന്ന ഒരു രീതി അറബികൾക്ക് പരിചയമുണ്ടായിരുന്നില്ല. ലൈംഗികമായ അരാജകത്വങ്ങൾ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. വ്യഭിചാരം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ വിവാഹബന്ധങ്ങളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ട ആ മക്കയുടെ മണ്ണിൽ, അറബിയുടെ മണ്ണിൽ വളർത്തുപുത്രന്റെ മകളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമായിട്ടാണ്. സ്വന്തം പുത്രന്റെ ഭാര്യയെ ഇണയായി സ്വീകരിക്കുക എന്നത് വളരെ വൃത്തികെട്ട, ഏറ്റവും മോശപ്പെട്ട ഒരു രീതിയായിട്ടാണ് അന്ന് അറബികൾ കണ്ടുപോകുന്നതും കരുതിപ്പോന്നതും. ആ ഒരു സാഹചര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടക്കുന്നത്. അമ്മായിയുടെ മകളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. പലപ്പോഴും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈനബ് റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം പോലും പഠിക്കപ്പെടാതെ പോകാറുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും കാണുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത് പരിചയമുള്ള തന്റെ കുടുംബമായ അമ്മായിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹയെ തന്റെ വളർത്തുപുത്രൻ സയ്യിദിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. അന്ന് തന്റെ കൂടെ ജീവിക്കുന്ന നാട്ടിലെ ആളുകൾക്ക് സയ്യിദിന്റെയും സൈനബിന്റെയും വിവാഹത്തിലൂടെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിച്ച വലിയൊരു മെസ്സേജ് ഉണ്ട്. വിവാഹത്തിന്റെ മാർക്കറ്റിൽ പണം മാത്രം പരിഗണിക്കപ്പെടുന്ന, വിവാഹത്തിന്റെ മാർക്കറ്റിൽ തറവാട് മാത്രം പരിഗണിക്കപ്പെടുന്ന, വിവാഹത്തിന്റെ മാർക്കറ്റിൽ അവനവന്റെ പേരും പ്രശസ്തിയും അനുസരിച്ചുള്ള ഇണകൾ മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു നാട്ടിൽ ഒന്നുമില്ലാത്ത സാധാരണക്കാരനായ തന്റെ വളർത്തുപുത്രനായ സയ്യിദിന് കുലീനയായ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ സൈനബിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് അവർ തമ്മിൽ നടക്കുന്ന വിവാഹത്തിലൂടെ വിവാഹ മാർക്കറ്റിൽ നിലനിൽക്കുന്ന പൊള്ളയായ രീതി സമ്പ്രദായങ്ങളെ ചവിട്ടിപ്പൊളിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റളിയല്ലാഹുവിന്റെ ജീവിതത്തിലേക്ക് സൈനബ് റളിയല്ലാഹുവിനെ കൊണ്ടുവരുന്നത്. പക്ഷേ ആ ജീവിതം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് അവരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. പരസ്പരം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സൈനബിനെ സയ്യിദ് വിവാഹമോചനം ചെയ്യുമെന്നും, വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ സൈനബിനെ മുഹമ്മദ് താങ്കൾ വിവാഹം കഴിക്കണമെന്നും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദിവ്യ സന്ദേശങ്ങൾ തനിക്ക് ലഭ്യമായതിനു ശേഷവും സയ്യിദും സൈനബും തമ്മിലുള്ള പരസ്പരമുള്ള അസ്വാരസ്യങ്ങളെ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മധ്യസ്ഥനായിട്ടാണ് ചരിത്രത്തിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാനാവുക. പക്ഷേ ഒരനിവാര്യത എന്നോണം സയ്യിദ് സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്തു. അല്ലാഹുവിന്റെ ആവശ്യമാണ് സൈനബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കണമെന്ന്. മക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരാൾക്ക്, അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് തന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വൃത്തികെട്ടതാണ് സ്വന്തം മകളുടെ, അത് വളർത്തു മകനാണെങ്കിൽ പോലും സ്വന്തം മകന്റെ ഇണയെ തന്റെ ഭാര്യയായി സ്വീകരിക്കുക എന്നത്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലോകത്തെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെയല്ല. വളർത്തുമക്കളും ചോരയിൽ നിന്ന്, സ്വന്തം ചോരയിൽ നിന്ന് പറഞ്ഞ മക്കൾ സ്വന്തം മക്കളുമായി തന്നെയാണ് കണക്കാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ വളർത്തുമകൻ സെയ്ദ് വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, സൈനബിനെ തന്റെ ജീവിതത്തിൽ വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു പദ്ധതിയോ ആസൂത്രണമോ ശത്രു ആരോപിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സയ്യിദിനെ നിർത്തി വിവാഹം കഴിപ്പിച്ച് അദ്ദേഹം വിവാഹമോചനം ചെയ്ത് തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന വളഞ്ഞവടി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടാൽ സൈനബ് എന്നല്ല, മക്കയിലെ ഏത് കുലീന കുടുംബത്തിലെ, ഏത് നല്ല തറവാട്ടിലെ, ഏത് നല്ല യുവതികളെയും വിവാഹം കഴിച്ചു കൊടുക്കാൻ ആ സമൂഹത്തിലെ ഏത് പിതാക്കളും രക്ഷിതാക്കളും സന്നദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് തന്റെ കുടുംബത്തിലെ അമ്മായിയുടെ മകൾ സയ്യിദിനെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിപ്പിക്കുന്നത്. എന്നാൽ വളർത്തുപുത്രന്മാരും സ്വന്തം മക്കളുമെന്ന ധാരണയിൽ അറബികൾക്കിടയിൽ നിന്ന് നിലനിന്ന പൊള്ളയായ ഒരു അന്ധവിശ്വാസത്തെ തല്ലിപ്പൊളിക്കുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് റളിയല്ലാഹു അൻഹയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ച ഈ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഇണകളുടെ കൂട്ടത്തിൽ ആകെയുള്ളത് ഒരാൾ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇണയായി സ്വീകരിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്റെ ജീവിതത്തിൽ പറ്റിയ അബദ്ധമായിരുന്നു അതെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് വലിയ പാതകമായി പോയി എന്ന് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ, അങ്ങനെ എന്തെങ്കിലും തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടിട്ട് 10-18 വർഷക്കാലം ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ ഒരിക്കലെപ്പോഴെങ്കിലും ആ അതിർത്തി അല്ലാഹുവിന്റെ റസൂൽ പ്രകടിപ്പിക്കുമായിരുന്നു. നിങ്ങൾക്കറിയില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയോടൊത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് എന്ന് പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയാണ്. മദീനയുടെ ഭരണാധികാരിയായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വാഹിയായി നൽകപ്പെട്ട് ഒരു പ്രവാചകനായി തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആയിഷയല്ലാത്ത മറ്റനേകം ഇണകളോട് തന്റെ വ്യക്തിബന്ധങ്ങൾ, തന്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിലനിർത്തുകയും നന്നായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും പരാതി ഉണ്ടായില്ല. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് എന്നല്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇണകളുടെ കൂട്ടത്തിൽ ഒരാളും അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പരാതി പറഞ്ഞില്ല. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു കാര്യം, നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു കാര്യം, നിസ്വാർത്ഥമായി ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തീർച്ചയായും ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം, നമ്മളെ കുറിച്ച് പരാതികൾ ഉന്നയിക്കുന്നവരല്ലേ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഇണകൾ എന്നത് തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണാധികാരി എന്ന നിലക്ക് അനേകം പ്രദേശങ്ങളുടെ ആധിപത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഉണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധിപത്യത്തിലുള്ള മദീന രാഷ്ട്രത്തിന് സമ്പത്തുണ്ടാകുന്നു. നിങ്ങൾക്കറിയില്ലേ എങ്ങനെയാണ് മുഹമ്മദിന്റെ ഭാര്യയായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചത് എങ്ങനെയാണ്? ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരായി, ഇണകളായി അവിടുത്തെ ഭാര്യമാരെങ്ങനെയാണ് ജീവിച്ചത്? ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മാസങ്ങളോളം ഞങ്ങളുടെ അടുപ്പ് പുകയാത്ത, ഭക്ഷണമുണ്ടാകാത്ത, ഭക്ഷണം പാകം ചെയ്യാത്ത, വിശപ്പ് സഹിച്ചുകൊണ്ട് കണ്ണും നോക്കിയിരുന്ന ദിവസങ്ങളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്തുള്ള തങ്ങളുടെ ജീവിതത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അസഖ്യമായ വിശപ്പ് കൊണ്ട് തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം തേടി ഏതെങ്കിലും ഒരു വീട്ടിൽ അതിഥിയായി ക്ഷണിക്കപ്പെട്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച് കവലയിലൂടെ നടന്നുപോയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
തനിക്ക് ഏതെങ്കിലും ഒരു അതിഥിയുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം, ഒരു കാരക്കെങ്കിലും തന്റെ വായിൽ വെക്കാൻ ലഭ്യമായെങ്കിലെന്ന് ആഗ്രഹിച്ച മുഹമ്മദ് നബിയെ അവിടുത്തെ പത്നിമാർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇല്ലായ്മകളുടെ, പരാധീനതകളുടെ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, സാമ്പത്തികമായി കഷ്ടപ്പാടുകളുടെ, യാതനകളുടെ, വേദനകളുടെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളായി ജീവിച്ചപ്പോ അവർ പരാതികളൊന്നും ഉന്നയിച്ചിട്ടില്ല. അവർ ആവശ്യങ്ങളൊന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് വിഭവങ്ങൾ പോരെന്ന്, ഇങ്ങനെ ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി വരുന്നില്ലെന്ന്, ഇതിനേക്കാൾ കൂടുതൽ നന്നായി ഞങ്ങൾക്ക് ജീവിക്കണമെന്ന്, ഞങ്ങൾ ജീവിച്ചു വന്ന ചുറ്റുപാടുകൾ ഇതിനേക്കാൾ നല്ലതായിരുന്നുവെന്ന്, അതുകൊണ്ട് താങ്കളുടെ പത്നിമാർ എന്ന നിലക്ക് ഞങ്ങൾക്കൊന്നുകൂടെ സുഭിക്ഷമായി സുഖലോലുപമായി ജീവിക്കണമെന്ന് അവിടുത്തെ ഭാര്യമാരിൽ ഒരാൾ പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവർക്ക് മാനുഷികമായ